ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ രണ്ടാം വട്ടം പ്രസിഡന്റായി എത്തിയതോടുകൂടി കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാകുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന കാര്യത്തിലും ട്രംപ് ഭരണകൂടം ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ല, ഇളവില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിയമം വെറുതെ എഴുതി വായിക്കാനും മറ്റുള്ളവരെ ഭയപ്പെടുത്താനുമല്ല, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് ട്രംപ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഇത്തരം സംഭവ പരമ്പരകളിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവം ഒരു ഇന്ത്യക്കാരന് വിസ നിഷേധിച്ച അമേരിക്കൻ എംബസിയുടെ നടപടിയാണ്. തനിക്കൊരു ഗേൾ ഫ്രണ്ട് അമേരിക്കയിൽ ഉണ്ട് എന്നാണ് ഇയാൾ ഡൽഹിയിലെ എംബസിയിൽ നടന്ന വിസയ്ക്കു വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിൽ അറിയിച്ചത്. തുടർന്ന് എംബസിയിലെ അധികൃതർ ഇന്റർവ്യൂ 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയും ഇയാളുടെ വിസ നിരസിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഇന്ത്യക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ അവധിക്കാലം ചിലവഴിക്കുന്നതിന് വേണ്ടിയാണ് യുവാവ് വിസയ്ക്കായി അപേക്ഷ നൽകിയിരുന്നത്. 1 മിനിറ്റിനുള്ളിൽ വെറും 3 ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് എംബസി ജീവനക്കാർ തനിക്ക് വിസ നിഷേധിക്കുകയായിരുന്നു എന്നാണ് ഇയാളുടെ പരാതി. ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനുള്ള ഹ്രസ്വകാല സന്ദർശനത്തിനോ മാത്രം വിസ അപേക്ഷ നൽകുന്ന വ്യക്തികളോട് എന്തുകൊണ്ടത് നിരസിച്ചു എന്ന് അറിയിക്കണം എന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. B1, B2 വിസയ്ക്കുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഇനിയും പേര് വെളിപ്പെടുത്താത്ത ഇയാൾ ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിൽ എത്തുന്നത് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അഭിമുഖം 1 മിനിറ്റ് കൊണ്ട് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിമുഖത്തിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്താണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയാൽ അടുത്ത തവണ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ വിളിച്ചാൽ അത് ഒഴിവാക്കാമല്ലോ എന്നാണ് ഇയാൾ പറയുന്നത്. അഭിമുഖം നടത്തിയ വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. കൂടാതെ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അമേരിക്കയിൽ ഏതെങ്കിലും രൂപത്തിൽ കുടുംബ അംഗങ്ങളോ സുഹൃത്തുക്കളോ ഉണ്ടോ എന്നും ചോദിച്ചു. 3 ചോദ്യങ്ങൾക്കും സത്യസന്ധമായിട്ടാണ് താൻ ഉത്തരം നൽകിയത് എന്നാണ് യുവാവിന്റെ വിശദീകരണം. ഫ്ലോറിഡയിൽ അവധിക്കാലം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും നേരത്തെ അന്താരാഷ്ട്ര യാത്ര ചെയ്ത പരിചയമില്ലെന്നും ഫ്ലോറിഡയിൽ താമസിക്കുന്ന ഒരു കാമുകി തനിക്കുണ്ടെന്നും ഇയാൾ തുറന്നു പറഞ്ഞു. എന്നാൽ എംബസി ഉദ്യോഗസ്ഥൻ ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടില്ലെന്നും 1 മിനിറ്റിനുള്ളിൽ വിസ നിഷേധിച്ചതായും അപേക്ഷകൻ പറയുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്റെ വിസ നിരസിക്കാനുള്ള കാരണമാണ് ഇനിയും മനസ്സിലാകാത്തത് എന്നാണ് ഇയാൾ പറയുന്നത്. സത്യസന്ധമായി മറുപടി നൽകിയതാണോ തന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എന്നും യുവാവ് ചോദിക്കുന്നുണ്ട്. അമേരിക്കയിൽ തനിക്ക് കാമുകിയുണ്ട് എന്ന കാര്യം അഭിമുഖത്തിൽ ഒഴിവാക്കണമായിരുന്നു എന്നും ഇയാൾ ചോദിക്കുന്നു. നേരത്തെ വിദേശയാത്ര നടത്തിയിട്ടില്ലാത്ത ഇയാൾക്ക് അമേരിക്കയിൽ എങ്ങനെയാണ് കാമുകിയുള്ളത് എന്നതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ അപേക്ഷകൻ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ പലരും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിന് താഴെ പലതരത്തിലുള്ള കമന്റുകളാണ് ചോദിക്കുന്നത്. വിസയുടെ കാര്യത്തിൽ ട്രംപ് കൂടുതൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്റെ ഫോണിൽ ട്രംപ് ഭരണകൂടത്തെ വിമർശിക്കുന്ന സന്ദേശങ്ങൾ വിമാനത്താവള ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് US പ്രവേശനം നിഷേധിച്ചതും വലിയ രൂപത്തിൽ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഇതുമായി നമുക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് യാത്ര ചെയ്യുന്നതില് വലിയ രൂപത്തിൽ വെല്ലുവിളികളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ട്രാവൽ ബ്ലോഗറും രംഗത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഓൺ റോഡ് ഇന്ത്യൻ എന്നറിയപ്പെടുന്ന കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഇദ്ദേഹം പങ്കുവച്ച വീഡിയോ വലിയ രൂപത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വിദേശത്തായിരിക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടാറുണ്ടെന്നും അവിശ്വാസത്തോടുകൂടിയാണ് തന്നെ അവിടെയുള്ളവർ നോക്കിക്കാണാറുള്ളതെന്നും അദ്ദേഹം വീഡിയോയിലൂടെ പറയുന്നു. പല രാജ്യങ്ങളിലും തനിക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. എന്റെ കയ്യിലുള്ള ഈ വസ്തുവിന് യാതൊരു മൂല്യവും ഇല്ല എന്ന് തന്റെ ഇന്ത്യൻ പാസ്പോർട്ടിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രവേശനം കിട്ടാൻ പ്രയാസമുള്ള രാജ്യങ്ങളിൽ നമ്മുടെ പാസ്പോർട്ടുകൾക്ക് ഒരു ഉപയോഗവുമില്ല. വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം മാത്രമാണ് എനിക്ക് ജോർദാനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാതിരുന്നത്. എല്ലായിടത്തും പ്രവേശനം നിഷേധിക്കുന്നു. ഒരുപാട് രാജ്യങ്ങൾ നമുക്കുള്ള വിസാരഹിത വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ നിർത്തലാക്കുകയാണ്. ഇപ്പോൾ തന്നെ ജോർദാനിൽ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടതോടുകൂടി അവിടെ പ്രവേശനം നിഷേധിച്ചു. ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. അദ്ദേഹം പറയുന്നു, ചൈനയിൽ പോലും ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് 24 മണിക്കൂർ വിസാരഹിത ട്രാൻസിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത് എന്നും മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇത് 10 ദിവസത്തേക്കാണ് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ശക്തമായ രൂപത്തിൽ വിമർശിക്കുന്നു. എല്ലാ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്ന് നമുക്കറിയാം.
ഇപ്പോൾ അമേരിക്കയിൽ ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ ഓടിച്ചിട്ട് പിടിച്ചില്ലേ പോലീസ്? നമ്മൾ കണ്ടില്ലേ ആ വീഡിയോസ്? കഴിഞ്ഞ ദിവസം നോമ്പ് സമയത്താണ്, നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് നടന്നുപോയ ഒരു ടർക്കിഷ് വിദ്യാർത്ഥിനിയെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു. മാസ്ക് ധരിച്ചെത്തിയ പ്രത്യേക പോലീസ് സംഘം വിദ്യാർത്ഥിനിയെ വളഞ്ഞിട്ട് പിടികൂടുന്നു. മസാച്യൂസെറ്റ്സിലെ ലെഫ്സ് സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയായ റുമൈസ ഓസ്റ്റർ എന്ന 30-കാരിയാണ് പോലീസ് പിടികൂടിയത്. വലിയ രൂപത്തിൽ വാർത്തയായത്. റമദാൻ സമയമായതുകൊണ്ട് ഒരു ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൂട്ടുകാരെ കാണാൻ പോകുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. മാസ്ക് ധരിച്ച, ഐഡന്റിറ്റി കാർഡ് കഴുത്തിൽ തൂക്കിയ 6 പേരാണ് പെൺകുട്ടികളെ പിടികൂടുന്നതായിട്ട് ആ വിഷ്വലിനകത്ത് നമ്മൾ കാണുന്നത്. ആദ്യം 2 പേരാണ് ഇവരെ സമീപിക്കുന്നത്. ആ സമയത്ത് റുമൈസ പേടിച്ച് നിലവിളിക്കുന്നതായി ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. തങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നും പിടികൂടാൻ എത്തിയവർ പറയുന്നു, എന്തിനാണ് നിങ്ങൾ മുഖം മറച്ചിരിക്കുന്നത് എന്ന് ആരോ ചോദിക്കുന്നതിന്റെയും ശബ്ദം ആ വീഡിയോയിലൂടെ പുറത്തു വരുന്നുണ്ട്. അതിനെ തുടർന്ന് പോലീസ് സംഘം വിദ്യാർത്ഥിനിയെ വിലങ്ങുവെക്കുകയും സമീപത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന കറുത്ത നിറമുള്ള ഒരു SUV കാറിലേക്ക് കയറ്റുന്നതും ആണ് ആ വീഡിയോ ദൃശ്യങ്ങളിനകത്ത് നമുക്ക് കാണുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് റുമൈസയെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് അവരുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. വിദ്യാർത്ഥിനിയുടെ ചുറ്റുപാടുകളെ കുറിച്ച് തനിക്കും വലിയ അറിവില്ല എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. റുമൈസയ്ക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് കേസെടുത്തത് എന്ന കാര്യവും ഇനിയും വ്യക്തമല്ല. തുർക്കിയിൽ നിന്ന് വിദ്യാർത്ഥി വിസയിലാണ് ഇവർ അമേരിക്കയിലെത്തിയത്. റുമൈസയുടെ വിസ റദ്ദാക്കിയതായി സർക്കാർ അറിയിച്ചതായിട്ട് സർവകലാശാല അധികൃതരും അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇവരെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കി. സംഭവത്തെക്കുറിച്ച് സർവകലാശാലയ്ക്ക് നേരത്തെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതർ പറഞ്ഞത്. അതേസമയം എന്ത് കാരണത്താലാണ് റുമൈസയെ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിനോട് മസാച്യൂസെറ്റ്സ് ജില്ലാ കോടതിയും ആവശ്യപ്പെട്ടു. കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ അവരെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റരുത് എന്ന് കോടതി നേരത്തെ തന്നെ ഉത്തരവ് ഇറക്കി. എന്നാൽ പോലീസ് വിശദീകരിക്കുന്നത് വിദ്യാർത്ഥി വിസയിൽ അമേരിക്കയിലേക്ക് വന്ന റുമൈസ ഹമാസ് എന്ന ഭീകര സംഘടനയെ അനുകൂലിക്കുന്നത് കൊണ്ടാണ് അറസ്റ്റിലായത് എന്നാണ്. വിസ എന്നത് അവകാശമല്ല, പദവി മാത്രമാണ് എന്നും അമേരിക്കക്കാരെ കൊല്ലുന്ന തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വിസ റദ്ദാക്കിയത് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. കുറച്ചുനാൾ മുമ്പ് സർവകലാശാലയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിൽ പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ അപലപിക്കുകയും ഇസ്രായേൽ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ റുമൈസ. അതുപോലെ ടഫ്സ് സർവകലാശാലയിൽ ഗവേഷണത്തിനായി എത്തുന്നതിനു മുമ്പ് റുമൈസ പഠിച്ചിരുന്നത് കൊളംബിയ സർവകലാശാലയിലാണ്. ഇവിടുത്തെ പല വിദ്യാർത്ഥികളും ഹമാസിനെ അനുകൂലിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എവിടെ പോയാലും ഇന്ത്യക്കാരാണെങ്കിൽ പ്രയാസം അനുഭവപ്പെടുന്നത്, ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ പ്രയാസം അനുഭവപ്പെടുന്നത് ഇത്തരം ചില പുഴുക്കുത്തുകൾ നമുക്കിടയിൽ ഉള്ളതുകൊണ്ടാണ്. നന്ദി.